വയനാട് ദുരിതബാധിതർക്ക് കൈത്താങ്ങുമായി തൊക്കിലങ്ങാടി പ്രിൻസ് ആൻഡ് പ്രിൻസസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കായി വിദ്യാർത്ഥികളും സ്റ്റാഫ് അംഗങ്ങളും സമാഹരിച്ച തുക പ്രധാനാധ്യാപകൻ PM ദിനേശൻ, നഗരസഭാ ചെയർപേഴ്സൺ V സുജാത കൈമാറി. 50,000 രൂപയാണ് സ്കൂളിന്റെ നേതൃത്വത്തിൽ സമാഹരിച്ചത്. കേരളത്തിൽ ഇപ്പോൾ കുറച്ച് വർഷങ്ങളായിട്ട് നമ്മളിങ്ങനെ ഒരുപാട് ദുരന്തങ്ങൾ കേൾക്കുന്നവരാണ്. ഓഖി ചുഴലിക്കാറ്റുണ്ടായി, അതുപോലെ 2018-ലും 2019-ലും നിങ്ങളിൽ ചിലർ ജനിച്ചിട്ട് പോലും ഉണ്ടാവില്ല. ചെറിയ 1-ാം ക്ലാസ്സുകാരൊന്നും ചിലപ്പോൾ ജനിച്ചിട്ട് പോലും ഉണ്ടാവില്ല ആ സമയത്ത്. അപ്പോൾ അങ്ങനെ പ്രളയം വല്ലാതെ നമ്മുടെ നാടിനെ ഉലച്ചിരുന്നു. അത് കഴിഞ്ഞ് കോവിഡ് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഓർമ്മയുള്ളതാണ് അല്ലേ? ഇപ്പം കുറച്ച് മുമ്പാണ് കോവിഡിൻ്റെ ദുരിതം. 2 വർഷത്തിലധികം കോവിഡിൻ്റെ ഒരു ദുരിതം നമ്മളെ വല്ലാതെ വരാം. ഇത് ലോകമെമ്പാടും ഉണ്ടായിരുന്നു. നാടിനെ ദുരിതം അനുഭവിക്കുന്നവർ ചേർത്ത് പിടിച്ച ഒരു മനസ്സുണ്ട് നമ്മുടെ, പ്രത്യേകിച്ച് നമ്മുടെ മലയാളികൾക്ക് അല്ലേ? കേരളത്തിൻ്റെ ഒരു കൂട്ടായ്മ അത് പ്രത്യേകം എടുത്ത് പറയുന്നതാണ്. ലോകമെമ്പാടും ഉണ്ടാകും കൂട്ടായ്മകൾ, പക്ഷേ കേരളത്തിൻ്റെതായ ഒരു മനസ്സ്, ഒരു പ്രത്യേകതയുള്ളതാണ്. അത് നമ്മൾ കോവിഡ് കാലത്ത് പഠനം നിലച്ചു പോകാതിരിക്കാൻ കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിക്കുന്നതിൽ, അവർക്ക് പഠനോപകരണങ്ങൾ നൽകുന്നതിൽ അല്ലേ, നെറ്റ് സംവിധാനം അടക്കം ഇല്ലാത്ത മേഖലകളിൽ അതൊക്കെ കൊടുക്കാനൊക്കെ ഒരു കൂട്ടായ്മയുടെ ഒരു വിജയം നമ്മൾ. സ്കൂളിൽ നടന്ന ചടങ്ങിൽ PTA പ്രസിഡന്റ് അഞ്ജലി മോഹൻ അധ്യക്ഷയായി. PTA വൈസ് പ്രസിഡന്റ് റജി ഫെൻഡ് ജോബ്, മദർ PTA പ്രസിഡന്റ് സുജിഷ, P അജിത, K സ്മിത, KK ഗീത, K വത്സല, ഗൗതം കൃഷ്ണ തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ സ്കൂളിലെ 3-ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ N ആഷ്മിക ഓണക്കോടി വാങ്ങാൻ സുരുകൂട്ടിവെച്ച തന്റെ സമ്പാദ്യം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകി മാതൃകയായി. ഇതെന്റെ അച്ഛൻ വാങ്ങി തന്ന വണ്ണാരാണ്. ഇതിൻ്റെ അകത്ത് അച്ഛനും തരുന്ന പൈസ ഉപയോഗിച്ചിടലുണ്ട്. TV-യിലെല്ലാവരും കൊടുക്കുന്ന കണ്ടിട്ട് കൊടുക്കാൻ തോന്നിയിട്ട് ഞാൻ വയനാട്ടിലേക്ക് കൊടുത്തതാണ്. ഇത് ഓണക്കോടി വാങ്ങാൻ വെച്ചതാണ്. ഗ്രാമിക ന്യൂസ്, കൂത്തുപറമ്പ്.